നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാനത് വാങ്ങാൻ വേണ്ടിയാണ് വന്നത്. അതിനെന്താ, ഞാൻ മോളെ വിളിക്കാം. ഓ അല്ല, താൻ കൊണ്ടുവന്ന ഫയലുകളില് പാർവതി തന്നെയാണോ ഒപ്പുവെക്കേണ്ടത്? അവളുടെ കയ്യൊപ്പ് തന്നെയാണോ വേണ്ടത്? ചെയർപേഴ്സൺ ആണ് ഒപ്പിടേണ്ടത്. അത് പാർവതി മാഡം ആണല്ലോ. പാർവതി ഇപ്പോഴും കമ്പനിയുടെ ചെയർപേഴ്സൺ ആണോ? നിങ്ങൾ എന്താ ഈ പറയുന്നേ? രാവിലെ രണ്ടുപേരും ചേർന്ന് മാനേജറെ കളിയാക്കുകയാണോ? ഞങ്ങളെ കളിയാക്കിയൊന്നുമല്ല. പ്രിയ ചോദിച്ചാലും കാര്യമുണ്ട്. പാർവതി ഇപ്പോ ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർപേഴ്സൺ അല്ല. വിനയ്, നീ എന്താ ഈ പറയുന്നേ? അങ്കിളിനും മാനേജറിനും ഞങ്ങൾ പറഞ്ഞത് വിശ്വസിക്കാൻ പ്രയാസമുണ്ടെന്നറിയാം. പക്ഷേ പറഞ്ഞത് സത്യ. പാർവതി ഇപ്പോ കമ്പനി ചെയർപേഴ്സൺ അല്ല. അവൾ ആ പദവി രാജിവെച്ചു. അതുകൊണ്ട് ഇനി ഫയലുകളിൽ പാർവതി ഒപ്പുവെച്ചാൽ അതിന് യാതൊരുവിധ വാല്യൂവും ഉണ്ടാവില്ല. നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? പാർവതി രാജിവെച്ചെന്നോ? എപ്പോ രാജിവെച്ചു? വെറുതെ നാവിന് എല്ലില്ലാന്ന് കരുതി എന്ത് അസംബന്ധവും വിളിച്ച് പറയരുത് നീ. പാർവതി രാജിവെച്ചെന്ന് ആരാ പറഞ്ഞത്? ഞങ്ങളിതൊന്നും അറിയണ്ടേ? ചേട്ടാ അറിഞ്ഞ ആടില്ല. പക്ഷേ പാർവതി രാജിവെച്ചു. ഇല്ലെന്ന് പാർവതി പറയട്ടെ. പറയേ പാർവതി, രാജിവെച്ചെന്ന് എല്ലാവരോടും പറയേ. ഏതായാലും രാജിവെച്ചില്ലേ, പിന്നെ പറയാൻ എന്തിനാ മടിക്കുന്നത്? ചെയർപേഴ്സൺ സ്ഥാനം മാത്രമല്ല, കമ്പനിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പാർവതി പിന്മാറുകയാണ്. അല്ലേ പാർവതി? സ്വത്തുക്കൾ കൈമാറുന്ന പത്രത്തിൽ മാത്രമാണല്ലോ ഞാൻ ഒപ്പിട്ട് കൊടുത്തത്. അന്നേരത്തെ വെപ്രാളത്തിൽ ഒന്നും വായിച്ചു നോക്കിയതുമില്ല. പത്രത്തിൽ എന്തൊക്കെ ഇവർ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്? അതിൽ എന്റെ രാജിക്കത്തും ഉണ്ടായിരുന്നോ? എന്റെ ഉദയനൂരമ്മ, ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ. പാർവതി, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നേ? നീ ഞാൻ അറിയാതെ ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ചെന്നോ? രാജിവെച്ചോന്ന്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.